അല്ലാതെ മുഖമെല്ലാം വളരെയേറെ സങ്കടാവസ്ഥയിലാക്കി തൻ്റെ വിഷമങ്ങളും കഷ്ടതകളും ഒക്കെ മനസ്സിൽ ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കുവാനിരിക്കരുത്. പകരം ഭഗവാനെ കാണുമ്പോൾ തന്നെ ഒരു ചെറു പുഞ്ചിരിയോടെ വേണം സമീപിക്കുവാനായിട്ട്. പ്രാർത്ഥന തുടങ്ങുവാൻ തന്നെ ഒരു ചെറു പുഞ്ചിരിയോടെ ആയിരിക്കണം. എത്ര പേര് ഇത്തരത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്? ഈ രീതിയിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ തീർച്ചയായും താഴെ കമന്റിൽ ഒന്ന് അറിയിക്കാട്ടോ. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 67. വിനയം കൊണ്ടു മാത്രമേ ഒരുവന് സന്തോഷപ്രദമായ ജീവിതം പടുത്തുയർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർത്തുകൊള്ളുക. ഹരേ കൃഷ്ണ. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥനാ വേളയിൽ പറയുവാൻ പാടില്ലാത്ത, ആ സമയത്ത് ചിന്തിക്കുക പോലും അരുതാത്ത പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു വീഡിയോ. എന്നാൽ പറഞ്ഞു വന്നപ്പോൾ ഒരൊറ്റ വിഷയത്തിൽ മാത്രമായി വീഡിയോ അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതാണ് ഇപ്പോൾ രണ്ടാം ഭാഗം സമ്പൂർണമായി തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപാടൊന്നും വിശദീകരിക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓരോ വിഷയങ്ങളും പ്രത്യേകം വിശദീകരിക്കണ വെച്ചാൽ തീർച്ചയായും താഴെ കമന്റിൽ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ. ഞങ്ങളിത് ചെയ്യുന്നതായിരിക്കും. തീർത്തും ഭക്തജനങ്ങൾക്ക് അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലർ എത്രയൊക്കെ ആത്മാർത്ഥമായി ഭഗവാനെ പ്രാർത്ഥിച്ചാലും വഴിപാടുകളൊക്കെ കഴിച്ചാലും താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അവർക്ക് നടത്തിയെടുക്കുവാനായി സാധിക്കുന്നില്ല. ചിലപ്പോൾ എന്തൊക്കെയോ നടക്കും, പക്ഷെ അതൊന്നും നല്ല രീതിയിൽ ഭവിച്ചെന്നും വരില്ല. എന്തായിരിക്കും ഇതിന്റെ കാരണം? നമുക്കൊന്ന് നോക്കാം. തന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതിൽ ഒന്നാമത്തേത് കർമ്മഫലം. ഒരുവൻ ചെയ്യുന്ന മോശം കർമ്മങ്ങൾ എത്രയൊക്കെ പ്രാർത്ഥനകൾ കൊണ്ടും വഴിപാടുകൾ കൊണ്ടും മൂടുവാൻ ശ്രമിച്ചാലും അവ നമ്മെ പിന്തുടരുക തന്നെ ചെയ്യും. ഇതിൽ കർമ്മം എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതലായൊന്നും പറയുന്നില്ല. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. പ്രാർത്ഥനാ വേളയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ. ചിലരൊക്കെ ഇപ്രകാരം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഒന്ന് ഓർത്തുകൊള്ളുക, മോശം ഫലം മാത്രമായിരിക്കും ആ ഒരു പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന, ഇത് ഭൂരിഭാഗം പേരും പ്രാർത്ഥനാ വേളയിൽ ചെയ്യുന്ന ഒരു തെറ്റാണ്. നമുക്ക് വന്ന മോശം അവസ്ഥയ്ക്കും സങ്കടങ്ങൾക്കും എല്ലാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, അവരെ പഴിചാരിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അറിയാതെയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ചിന്ത ഒരിക്കലും പ്രാർത്ഥനാ വേളയിൽ കടന്നു വരുവാനായി പാടില്ല. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മോശം അവസ്ഥകളായിരിക്കും വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് സത്യമായിരിക്കാം, പക്ഷെ ഒരിക്കലും പ്രാർത്ഥനാ വേളയിൽ കുറ്റപ്പെടുത്തലുകളും മോശം ചിന്തകളും ഒഴിവാക്കുവാൻ ഓരോ ഭക്തജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തത് ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. ഭഗവാനെ, എൻ്റെ കുടുംബത്തിലുള്ള മറ്റെല്ലാവരും നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, അവർക്കെല്ലാം ഉണ്ട്, എനിക്ക് അതില്ല ഇതില്ല എന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ തീർത്തും ഒഴിവാക്കണം. ഉള്ളതിനെ ഓർത്ത് ഭഗവാനോട് നന്ദി പറയുക. നാളെ നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പുള്ള കാര്യത്തെ ഓർത്ത് സന്തോഷിക്കുക. അതിനും ഭഗവാനോട് നന്ദി പറയുക. അല്ലാതെ അവനെല്ലാം ഉണ്ട്, എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഭഗവാനോട് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അത് തീർത്തും തെറ്റായിട്ടുള്ള പ്രാർത്ഥനാ രീതിയാണ്, പ്രവൃത്തിയാണ്. ഇനി പറയുവാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുഞ്ചിരി മായാതെയുള്ള പ്രാർത്ഥന. എപ്പോഴും, അതിപ്പോൾ പ്രാർത്ഥനാ വേളയിലായാലും മെഡിറ്റേഷൻ സമയത്തായാലും പുഞ്ചിരി കൈവിടാതിരിക്കുക എന്നത് അത്രമേൽ പ്രധാനമാണ്. അല്ലാതെ മുഖമെല്ലാം വളരെയേറെ സങ്കടാവസ്ഥയിലാക്കി തൻ്റെ വിഷമങ്ങളും കഷ്ടതകളും ഒക്കെ മനസ്സിൽ ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കുവാനിരിക്കരുത്. പകരം ഭഗവാനെ കാണുമ്പോൾ തന്നെ ഒരു ചെറു പുഞ്ചിരിയോടെ വേണം സമീപിക്കുവാനായിട്ട്. പ്രാർത്ഥന തുടങ്ങുവാൻ തന്നെ ഒരു ചെറു പുഞ്ചിരിയോടെ ആയിരിക്കണം. എത്ര പേര് ഇത്തരത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്? ഈ രീതിയിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ തീർച്ചയായും താഴെ കമന്റിൽ ഒന്ന് അറിയിക്കാട്ടോ.
നമുക്ക് നോക്കാലോ എത്ര പേര് ഉണ്ട് എന്ന്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരു വീഡിയോ തന്നെ അതിനുവേണ്ടി ചെയ്യേണ്ടതായിട്ട് വരും. തീർച്ചയായും ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. സിനിമയല്ല, ഇത് ജീവിതമാണ് എന്ന ഹെഡിങ്ങോട് കൂടിയായിരിക്കും വരുന്നത്. ഉടനെ തന്നെ നമുക്കത് ചെയ്യാട്ടോ, കാത്തിരിക്കുക. ശരി, ഇനി അടുത്തതാണ് പ്രാർത്ഥനാ വേളയിലുള്ള വ്യക്തതയില്ലായ്മ. ഇത് ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കുമുള്ള ഒരു പ്രശ്നമാണ്. തന്റെ പ്രാർത്ഥനാ വേളയിൽ, അതിപ്പോൾ രാവിലെയോ വൈകിട്ടോ ആയിക്കൊള്ളട്ടെ, എന്താണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഒരു വ്യക്തതയും ആൾക്കുണ്ടാവില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ ആലോചിച്ചു കൂട്ടും, അല്ലെങ്കിൽ തന്നെ ഇരുന്ന് പറയും. തന്റെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ എന്താണ് താൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ ധാരണ മനസ്സിലുണ്ടായിരിക്കണം. അത് മനസ്സിൽ കാണുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്രമേൽ നല്ലത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു കാര്യം ചെയ്യാം. എളുപ്പത്തിന് ഒന്ന് എഴുതി വെക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ കുറിച്ചു വെക്കുക. അങ്ങനെ കുറിച്ചു വെക്കുമ്പോൾ ഈ ഒരു കാര്യം മറക്കരുത്, നല്ല കാര്യങ്ങൾ മാത്രം കുറിച്ചു വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ അവൻ ചെയ്ത തെറ്റും കുറ്റവും അവൾ എന്നോട് ചെയ്ത മോശം പ്രവൃത്തിയും ഒന്നും എഴുതി വെക്കരുത്. ഈ പ്രകാരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥനാ വേളയിൽ നല്ല രീതിയിലുള്ള ഒരു വ്യക്തത ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് തീർച്ചയായും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി. അത് ജോത്സ്യനാണോ അല്ലെങ്കിൽ തിരുമേനിയാണോ എന്നൊന്നും അറിയില്ല. ആള് ആ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത് എന്ന്. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ വേണം പ്രാർത്ഥിക്കുവാനായി ഇരിക്കാനെന്ന്. മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണിത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും? ഈ പ്രപഞ്ച ശക്തിയോട് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നടക്കണമെന്ന് അത്രമേൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ, ഇവയെല്ലാം വ്യക്തമായി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ. അല്ലാതെ മനസ്സ് ബ്ലാങ്ക് ആയിട്ട് വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ധ്യാനത്തിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കോ വേണ്ടി ഇരിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു പ്രാർത്ഥനയാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയാണ് വേണ്ടതെങ്കിൽ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുക. അത് മനസ്സിൽ വ്യക്തമായി കാണുക. ഇനിയിപ്പോൾ പണമാണ് വേണ്ടതെങ്കിൽ, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയാണ് വേണ്ടതെങ്കിൽ അതും വ്യക്തമായി മനസ്സിൽ കാണണം. എന്നിരുന്നാൽ മാത്രമേ നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതും മറ്റൊരു വീഡിയോയ്ക്ക് തന്നെയുള്ള ഒരു വിഷയമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതേക്കുറിച്ച് പറയുവാനുണ്ട്. എന്നാലേ നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാവുകയുള്ളൂ. ഒന്ന് കാത്തിരിക്കുക കേട്ടോ. തീർച്ചയായും നമ്മൾ മറ്റൊരു വീഡിയോ ഇതേക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും. ഇദ്ദേഹം പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതായിരിക്കും. കുറച്ചുകൂടി കാര്യങ്ങൾ, കുറച്ചുകൂടി വിവരങ്ങൾ ശേഖരിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യുവാനായി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായി ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് പറയുവാനുള്ളത്. ഇപ്പോൾ ഏകദേശം സമ്പൂർണ്ണമായിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രാർത്ഥനാ വേളയിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ പാടില്ലാത്തത്, ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് മനസ്സിലായി തന്നെ, ലളിതമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത്, മടിക്കരുത്. എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ്. ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന നാമമന്ത്രമെങ്കിലും എഴുതുക. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോകളെല്ലാം അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്, ഉപകാരപ്പെടുന്നുണ്ട് എന്ന്. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ മറ്റാർക്കും സ്പോൺസർ ചെയ്യുവാൻ കൊടുത്തിട്ടില്ല. ഇത് രണ്ടാം ഭാഗം ആയതുകൊണ്ട് തന്നെയും രാധാമയ്ക്കുള്ളതാണ് ഈ വീഡിയോ. അമ്മ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, ഈ വിഷയം തിരഞ്ഞെടുത്തത് ആയതുകൊണ്ട് തന്നെയും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഈ ഒരു ആശയം അത്രമേൽ സന്തോഷത്തോടു കൂടി സമർപ്പിക്കുന്നു. ശരി, അപ്പോൾ കൂടുതലായൊന്നും പറയുവാനില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള അറിവുകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പാക്കലാം. നന്ദി, നമസ്കാരം.